ഹലോ, നമുക്കിന്ന് സമൂൻ ബന്നും എഗ്ഗും വെച്ചിട്ട് ഇതുപോലൊരു പിസ്സ ഉണ്ടാക്കാമല്ലോ. വാ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ 3 കളറിലുള്ള ക്യാപ്സിക്കം, കുറച്ച് സവാളയും ഇതുപോലെ പൊടിയായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ അരിഞ്ഞ് വെച്ച സവാള, ക്യാപ്സിക്കം ഉണ്ടല്ലോ, അതും പിന്നെ അതിലേക്കൊരു 2 വെളുത്തുള്ളിയും ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. എഗ്ഗ് വെച്ചിട്ടെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു ക്രീമി ആയിട്ടുള്ള ഫില്ലിങ്ങാണ് ഉണ്ടാക്കുന്നത്. ഇനി പച്ചക്കറിയിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് ഒരു 1/2 ടീസ്പൂൺ റെഡ് ചില്ലി ഫ്ലേക്സും ഇട്ടിട്ട് നല്ലപോലെ ഒന്നും കൂടെ വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഒരു കൈവതം നാറ്റുകരുത്. കുറച്ചൊന്ന് പ്രൊഫഷണൽ ആവാൻ നോക്കിയതാണ്, പക്ഷേ മുട്ടത്തോട് കൂടിപ്പോയി. സാരമില്ല, അതെടുത്ത് മാറ്റിയിട്ട് നമുക്ക് അടുത്ത മുട്ടയും പൊട്ടിച്ചൊഴിച്ചിട്ട് നല്ലപോലെ ഇതൊന്ന് ചിക്കി കൊടുക്കാം. അങ്ങനെ മുട്ടയും ചിക്കിയതിന് ശേഷം ഇനി സെൻട്രലായിട്ട് നമുക്ക് കുറച്ച് ബട്ടറും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. വൈറ്റ് സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ മൈദപ്പൊടി ഇല്ലാത്തത് കൊണ്ട് ഞാൻ 2 ടീസ്പൂണ് ആട്ടപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത്. അതിനൊന്ന് നല്ലപോലെ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് പാലും ചേർത്ത് കൊടുക്കാം. ഇനി നല്ലപോലെ ഇതൊന്ന് വറ്റിച്ചെടുക്കാം. ഇത് ശരിക്കും പറഞ്ഞാൽ എന്തുണ്ടാക്കുമ്പോൾ ഇങ്ങനെ ആലോചിച്ചപ്പോൾ എൻ്റെ മൈൻഡിൽ തോന്നിയൊരു റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ഉണ്ടാക്കി. കഴിച്ചപ്പോൾ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഒറിഗാനോ ചേർത്ത് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം. അപ്പോൾ മസാല ടേസ്റ്റ് ചെയ്തൊക്കെ അടിപൊളിയാണ്. ഇനി ഇതിന് വേണ്ടി ഞാനിവിടെ 4 സമൂൺ ബണ്ണ് എടുത്തിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പറയില്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബന്നായിരുന്നു. ഇനി ഇതിനെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ടൊമാറ്റോ കെച്ചപ്പ് എല്ലാവരും ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ ഈ ഐറ്റത്തിനെ നമുക്കൊന്ന് എയർ ഫ്രയറിലേക്ക് വെച്ച് കൊടുക്കാം. അങ്ങനെ എല്ലാവരും ഒരുമിച്ച് അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് നമുക്ക് കുറച്ച് മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിന് മുകളിൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ ക്രീമി ആയിട്ടുള്ള എഗ് ഫില്ലിംഗ് ഉണ്ടല്ലോ, അത് വെച്ച് കൊടുക്കാം. അതെല്ലാ ഭാഗവും നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിൽ വീണ്ടും നമുക്ക് ചീസ് ഇട്ട് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് മുകളിലായിട്ട് ബ്ലാക്ക് ഒലീവ്സ് ഒക്കെ വെച്ച് കൊടുക്കാം. പക്ഷെ ഞാനതൊന്നും ചെയ്തിട്ടില്ല. പിന്നെ കുറച്ച് നമ്മുടെ ചില്ലി ഫ്ലേക്സ് ഇല്ലേ, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എയർ ഫ്രയറിലേക്ക് ഞാനൊരു 200 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 10 മിനിറ്റ്സിന് ശേഷം ഇതാ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ചീസി ആയിട്ടുള്ള ക്രീമി എഗ് പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യുക. പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.